ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ചെക്ക് ലീഫും കാര്യങ്ങളും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നുള്ള കാര്യമാണ്. നമുക്കെന്നാൽ നേരെ വീട്ടിലോട്ട് പോയാലോ. എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ചെക്ക് ലീഫും കാര്യങ്ങളും പൂരിപ്പിക്കുന്നത് നോക്കാം. നേരെ നമുക്കെന്നാൽ വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ ചെക്ക് ലീഫും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇതാണ് ഫെഡറൽ ബാങ്കിൻ്റെ ചെക്ക് ലീഫ് വരുന്നത്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പരും അതുപോലെ തന്നെ ഓണറിൻ്റെ നെയിമും നമ്മൾ മറിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഡേറ്റ് എഴുതാം. ഡേറ്റ്, മന്ത്, ഇയർ എന്നാണ് എഴുതേണ്ടത്. നമുക്കെന്നാൽ ഡേറ്റും കാര്യങ്ങളും എഴുതിയതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ ഡേറ്റ് ഇട്ടുകൊണ്ട് ഇന്നത്തെ ഡേറ്റ് 16/8/2026. ഇനി അടുത്തത് നമുക്ക് കാണാനുള്ളതെന്ന് വെച്ചാൽ ഈ പേ എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. ഈ പേ എന്ന് പറയുന്നതിനകത്ത് നമ്മളാണ് പോയി ബാങ്ക്, അതായത് നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് നമ്മൾ സ്വയമാണ് കാശ് എടുക്കുന്നതെങ്കിൽ സെൽഫ് എന്നും, വേറൊരാൾക്കാണ് നമ്മൾ ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ പേരുമാണ് നമ്മൾ ഈ പേ എന്നുള്ളൊരു ഓപ്ഷനകത്ത് നമ്മൾ എഴുതുന്നുണ്ട്. നമുക്കിനി എഴുതിയതിന് ശേഷം ഒന്നുകൂടെ പറയാം. ഇപ്പം ഞാൻ എഴുതിയേക്കുന്നത് സെൽഫ് എന്നാണ്. ഞാനാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കുന്നതെങ്കിൽ, ഞാൻ ഇനി വേറൊരാൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അതും കൂടെ ഒന്ന് തൊട്ടിപ്പുറത്തോട്ട് എഴുതി കാണിക്കാം. നിഖിൽ എന്നുള്ള ഒരാൾക്കാണ് ഞാൻ ക്യാഷ് കൊടുക്കേണ്ടതെങ്കിൽ നിഖിൽ എ, അവരുടെ ബാങ്കിലെ അതേ നെയിം തന്നെ ഇവിടെ എഴുതി നമ്മൾ കൊടുക്കണം. തൊട്ട് താഴെ കാണുന്ന റുപ്പീസ് എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ അക്ഷരത്തിൽ നമ്മൾ എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപയാണോ എടുക്കാനുള്ളതെന്നുള്ള എഴുതാനുള്ളതാണ്. നമുക്കത് ഇനി അക്ഷരത്തിൽ എഴുതിയതിന് ശേഷം കാണാം. ഇപ്പം ബാങ്കിൽ നിന്ന് 1,00,000, അതായത് 1,00,000 രൂപയാണ് എടുക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 1,00,000 ഉള്ളേന്ന് എഴുതിയിരിക്കുന്നത്. അത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എഴുതുമ്പം ഇതിനോട് അടുപ്പിച്ച് വേണം നമ്മൾ എമൗണ്ടും കാര്യങ്ങളും എഴുതി പോവാൻ അക്ഷരത്തിൽ. ഈ ബാക്കി വരുന്ന സ്ഥലമെല്ലാം നമ്മൾ ഇൻറ്റു മാർക്ക് ഇട്ട് ഫുള്ള് കവർ ചെയ്തിരിക്കണം. ബാങ്കിങ് ചെക്കുകൾ ഏറ്റവും കൂടുതൽ മിസ്യൂസും കാര്യങ്ങളും ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് ഇൻറ്റു മാർക്ക് ഇട്ട് മാറ്റണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഇൻറ്റു മാർക്ക് കൂടെ ഇട്ടതിന് ശേഷം ബാക്കി പറയാം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള സ്ഥലമെല്ലാം ഇൻറ്റു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ അക്കത്തിലാണ് നമ്മളിനി ഇവിടെ എഴുതേണ്ടത് കേട്ടോ. നമുക്കിനി 1,00,000 എന്നുള്ള അക്കത്തിൽ എഴുതിയതിന് ശേഷം പറയാം. അങ്ങനെ നമ്മൾ 1,00,000 ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ബാറിട്ട് നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം കേട്ടോ. മിസ്യൂസ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. അതേപോലെയൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം. ഇത് നമ്മൾ അടുപ്പിച്ച് തന്നെ എഴുതി നമ്മൾ മാർക്ക് ചെയ്ത് ബാക്കിയുള്ള സ്ഥലം വരച്ചിട്ടേക്കണം. അങ്ങനെ ഒരു 90% നമ്മളൊരു ബാങ്കിൻ്റെ ചെക്ക് ഫ്രണ്ടിലത്തെ ഫോം ഫില്ല് ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പേര്, ഇപ്പോൾ ഇവിടെ പേരുണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്തേക്കുവാണ്, വരച്ചേക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാങ്കിൽ കൊടുത്തേക്കുന്ന ഏതൊപ്പാണോ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒപ്പ് തന്നെ ഇവിടെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ചെക്ക് ലീഫിനകത്ത് ഒപ്പും കാര്യങ്ങളും മാറ്റാൻ പ്രത്യേക ഫോം കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവർ സ്ക്രീനകത്ത് കാണിച്ചു തരും എന്നാണ് നിങ്ങൾ ഇട്ടേക്കുന്ന ആ ഒപ്പ് ഏതാണെന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ അവർ കാണിച്ചു തരും. അതേപോലെ നമ്മളിവിടെ ഒപ്പിട്ട് കൊടുക്കണം. എമൗണ്ട് കൂടുന്നതനുസരിച്ച് സേഫ്റ്റി ഒപ്പിൻ്റെ അതിനകത്ത് കൂടുന്നതാണ് കേട്ടോ. നമുക്കിനി ഒപ്പും കിട്ടിടാം. അങ്ങനെ നമ്മൾ ഒപ്പും അങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. ഈ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എന്താണ് എഴുതി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ നമ്പർ, നമ്മുടെ ഒപ്പ്, നമ്മുടെ പേരും കൂടിയാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പം നമ്മളാണ് പോകുന്നതെങ്കിൽ നമ്മുടെ പേര്, നമ്മുടെ ഒപ്പ്, നമ്മുടെ ഫോൺ നമ്പർ. നമ്മൾ വേറൊരാൾക്കാണ് ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ പേര്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ ഒപ്പ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പം ബാങ്കിലൊക്കെ പൈസയുടെ ഷോർട്ടേജും കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാനും വേണ്ടിയൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും എഴുതി തരാൻ പറയുന്നത്. നമുക്കിനി എഴുതിയതിന് ശേഷം പറയാം. ഞാനാണ് പോകുന്നതെങ്കിൽ എൻ്റെ പേര്, എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ ഒപ്പ്. വേറൊരാളാണ് പോകുന്നതെങ്കിൽ അവരുടെ പേര്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ ഒപ്പ്. ഇത്രയായിട്ടാണ് നമ്മൾ ബാങ്കിനകത്ത് കൊടുക്കേണ്ടത്. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് 100% എങ്ങനെയാണ് ചെക്ക് ഫില്ല് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മെസ്സേജും കാര്യങ്ങളും അയച്ചാൽ മതി. ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വിസിറ്റ് ചെയ്യുക.
അങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ചാനലും കാര്യങ്ങളും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും മറക്കരുത്, ഷെയർ ചെയ്യാനും. അപ്പോൾ എന്തായാലും ഒരു ചെറിയ പുതിയൊരു വീഡിയോ വരുന്നതാണ് വരെ ഒരു ചെറിയ ബ്രേക്ക്.